ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇനി പഴയ വീഡിയോസൊന്നും ആരും നോക്കി വരണ്ട. ആ രീതിയിലുള്ള കാര്യങ്ങളല്ല. നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി 3 മാസമേ വരുന്നുള്ളൂ. 3 മാസം പറയാൻ പറ്റില്ല, ജൂൺ ജൂലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 2.5 മാസം, മാക്സിമം 3 മന്താണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ പരമാവധി ഇനി ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പ്ലാനിലൊക്കെ ഉണ്ട്. നിങ്ങളെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ പ്രാവശ്യങ്ങളും നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഈ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്രാവശ്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓൺലൈൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയാണ്. അതായത് കഴിഞ്ഞ CHSL, CGL, Tier 1 ക്ലിയർ ആയ ആളുകളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റിയില്ല. ഇനി അടുത്ത CGL നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് CBL ഒക്കെ ആയ സമയത്ത് നമ്മൾ ഇതുപോലെ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ ഒന്നുമില്ല, ക്ലാസ്സുകൾ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ഓൾറെഡി ആ ഒരു ലെവലിലെത്തിയ ആളുകളാണ്. നിങ്ങൾക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു ഗൈഡൻസ് ആയിരിക്കാം, ചിലപ്പോൾ തളർന്നിരിക്കുമ്പോൾ സംസാരിക്കാൻ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ചില ടോപ്പേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള ചില സംസാരങ്ങൾ, ടോപ്പേഴ്സ് ടോക്കുകളൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഓൺലൈൻ മെൻറ്റർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ ഞാൻ ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. താല്പര്യമുള്ള ആളുകൾ മാത്രം കേട്ടോ, എല്ലാവരും വന്നിട്ട് ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ക്യൂസ് ഗ്രൂപ്പ്. നമ്മൾ പഴയ ഒരു ക്യൂസ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ CGL Tier 1 Tier 2 സമയത്തൊക്കെ ഡെയിലി ക്യൂസ്, അതായത് ഡെയിലി രാത്രി ഇംഗ്ലീഷ് വൊക്കാബും പിന്നെ GK ക്യൂസുകൾ നടത്തിയ റിവിഷൻ ചെയ്യാൻ വേണ്ടി നടത്തിയിരുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് നമ്മൾ വീണ്ടും രണ്ടാമത് ആക്റ്റീവ് ആക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ആ ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്. ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകൾ, നിങ്ങൾക്ക് വേണ്ടി താഴെ ഞാൻ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, ടെലഗ്രാം ഗ്രൂപ്പ്. അതിൽ ജോയിൻ ചെയ്യാം. ഡെയിലി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആ ക്യൂസ് ഗ്രൂപ്പ് അറ്റൻഡ് ചെയ്ത് ഒരുപാട് പേര് അത് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടിയിട്ടൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ ആ റിവിഷനിലൂടെ മൊത്തം ബ്ലാക്ക് ബുക്കൊക്കെ വൺസ് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ ഓരോ ടോപ്പിക്കിൽ 4-5 ക്വിസൊക്കെ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്രാവശ്യം നമ്മൾ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഓൾറെഡി കുറേ പേര് ആ ഗ്രൂപ്പിലുണ്ട്. ഇനി ആരെങ്കിലും ആ ഗ്രൂപ്പിലില്ലാത്ത പുതിയ ആളുകളുണ്ടെങ്കിൽ താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത് പറയാനുള്ളത്, നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഷൻ ബാച്ച്, SSC മലയാളിൻ്റെ ഓഫ്ലൈൻ മിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈനായിട്ടൊരു മിഷൻ ബാച്ച് തുടങ്ങുന്നതായിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു. നമ്മളവിടെ ഓഫ്ലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കാൻ സാഹചര്യം ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി കേട്ടോ, ഏപ്രിൽ 1-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ SSC മലയാളി ആപ്ലിക്കേഷൻ വഴി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ ക്ലാസ്സുകൾ, അതായത് നമ്മൾ ഓഫ്ലൈൻ മിഷൻ ബാച്ചിൽ ഡിസ്കഷനും കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അതിന് ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ മാത്രമായിരിക്കും. വീക്കിലി 1-2-3 ദിവസങ്ങളിൽ ക്ലാസ്സുകളായിട്ട് അങ്ങനെ ഒരു ഏപ്രിൽ, മെയ്, പിന്നെ ജൂൺ പകുതി, ഇത്ര ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഒരുപാട് നിങ്ങൾക്ക് സഹായകരമാകുന്ന ഒരുപാട് ക്ലാസ്സുകൾ തരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് നമ്പർ കൊടുക്കാം, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പല ആൾക്കാരും പറയുന്ന പോലെ ഫ്രീ ആയിട്ട് കൊടുത്താൽ എന്താ പറയുക, നമുക്ക് റിസൾട്ടായിട്ട് കൂട്ടാൻ പറ്റില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. പെയ്ഡ് കാശിൻ്റെ പെയ്ഡായിട്ട് ഒരാൾ 10,000 ലക്ഷങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്താൽ മാത്രമേ റിസൾട്ടായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇനി അങ്ങോട്ടും ഫ്രീ ആയിട്ടും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും തന്നെയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ഇട്ടുകൊണ്ട് നമ്മളെ തളർത്താൻ വിചാരിക്കുന്ന ആളുകളോട് പറയാനുള്ളത്, അതിൽ നമുക്ക് ഏതായാലും വീഴാനുള്ള ഉദ്ദേശമില്ല, തളരാനും ഉദ്ദേശമില്ല കേട്ടോ. പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കമൻറ്റ് ഇടുമ്പോൾ മാന്യമായ രീതിയിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം കേട്ടോ, പോസിറ്റീവായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യുക. ചില ആളുകൾ കമൻറ്റിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പോയിട്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്ന പോലത്തെ കമൻറ്റുകൾ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഡിലീറ്റ് ചെയ്യും. ഒരു കാര്യം, എനിക്ക് അങ്ങനത്തെ ആളുകളോട്, അതായത് സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇനി അങ്ങനത്തെ കമൻറ്റുകൾ നമ്മുടെ വീഡിയോക്ക് താഴെ വന്നു കഴിഞ്ഞാൽ അത് പോലീസ് കേസായിരിക്കും കേട്ടോ. കാരണം ഞാൻ കണ്ടു, ഇന്നലെ ഒരു പെൺകുട്ടി എന്തൊരു കമൻറ്റ് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് നെഗറ്റീവ് ഓളി, മറ്റേ ഓളി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ അതിൻ്റെ താഴെ ഞാൻ കണ്ടു. ഒരു കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു മൊബൈലിൻ്റെയോ ബാക്കിൽ ഇരുന്നിട്ട് എന്തും വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരോട് പറയാനുള്ളത്, ഞാൻ CBIയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല പോലീസിന് കേട്ടോ. നിങ്ങൾ എവിടുന്ന മെസ്സേജ് അയക്കുന്ന കാര്യങ്ങളെന്നൊക്കെ എത്താൻ ജസ്റ്റ് ഒരു മണിക്കൂറിൻ്റെ കാര്യം മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാന്യമായ രീതിയിൽ വിമർശിക്കും, മാന്യമായ രീതിയിൽ നമ്മുടെ താഴെ നമ്മൾ നന്നാവണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. അതിന് നമ്മൾ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റുകളുണ്ട്, അതൊന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യാനൊന്നും പോയിട്ടില്ല കേട്ടോ. നമ്മളങ്ങനെ എല്ലാ നെഗറ്റീവ് കമൻറ്റ് നമുക്ക് വരുന്ന എല്ലാം ഡിലീറ്റ് ചെയ്യുന്ന ആൾക്കാർ നല്ല ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ നമുക്ക്, പക്ഷേ അതൊക്കെ നമ്മുടെ സ്നേഹിക്കുന്ന കുട്ടികൾ നമ്മൾ നന്നാവണം, അല്ലെങ്കിൽ ക്ലാസ് മോശമാണ്, ഇന്ന ക്ലാസ് മോശമാണ്, ഇന്ന ക്ലാസ് തന്നെ ശരിയായില്ല, ക്വാളിറ്റി പോരാ, മറ്റേത് പോരാ എന്നൊക്കെ കമൻറ്റുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നല്ല കമൻറ്റുകളും ഉണ്ട്, നെഗറ്റീവ് കമൻറ്റും ഉണ്ട്. ഇതൊന്നും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ആളുകളല്ല. പക്ഷേ സൈബർ ബുള്ളിങ് ചെയ്യുന്ന രീതിയിൽ കമൻറ്റ് ഇട്ടാൽ ഇനി അടുത്ത് നമ്മൾ പോലീസ് കേസായിരിക്കും കേട്ടോ. അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. കാരണം അതിവിടെ നല്ല എവിടെയായാലും നമ്മൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ പല ആളുകളും ചെയ്യുന്ന പല വീഡിയോന് താഴെ പോയി ചെയ്യുന്ന പരിപാടികൾ
ചെയ്യാതിരിക്കുക. അത് ഒരാളുടെ എത്രത്തോളം അത് മെൻ്റൽ ഹെൽത്തിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞതും കുഴപ്പമില്ല. പക്ഷേ പേഴ്സണലി ഒരാളെ കയറി ഇരുന്നിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അത് ചെയ്യാതിരിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ വേറൊന്ന് പറയാനുള്ളത് എന്താണ്, വേറെ മെയിനായിട്ട് നമുക്കൊരു അനൗൺസ്മെൻറ്റ് നടത്താനുള്ളത്, നമ്മൾ വീക്കിലി ലൈവ് മോക്ക് കഴിഞ്ഞ CGL Tier 1 പരീക്ഷേൻ്റെ മുമ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന വീക്കിലി ലൈവ് മോക്ക് ഇപ്രാവശ്യം നമ്മളത് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ അങ്ങനെ ഈ 2.5 മാസത്തിനിടയ്ക്ക് ഒരു 10 ലൈവ് മോക്കുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേട്ടോ. അത് ഉണ്ടാക്കുന്നതെല്ലാം മുൻ വർഷത്തെ CGL ക്രാക്ക് ചെയ്ത ടോപ്പേഴ്സ് ഉണ്ടാക്കി തരുന്ന മോക്ക് ടെസ്റ്റാണ്. അത് അവർ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നു, നമ്മൾ ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് തരുന്നു. വേറെ ഒന്നും നമ്മളതിൽ പെയ്ഡോ കാര്യങ്ങളോ ഒന്നുമല്ല, പെയ്ഡായിട്ടുള്ള ഒരു സംഭവമല്ല. ഫ്രീ ആയിട്ട് വീക്കിലി ലൈവ് മോക്കുകൾ 10ഓളം ലൈവ് മോക്കുകൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പരീക്ഷേൻ്റെ മുമ്പിൽ ചെയ്യാനുള്ള അവസരം നമ്മുടെ SSC മലയാളി പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ യൂട്യൂബ് സീരീസിനെ പറ്റി പറയാനുള്ളത്, നമ്മൾ യൂട്യൂബിൽ മാത്സിൻ്റെ നല്ലൊരു യൂട്യൂബ് സീരീസ് നമ്മൾ അടുത്ത ഏപ്രിൽ മുതൽ ആരംഭിക്കുന്നുണ്ട്. കൃത്യമായിട്ട് മാത്സിൽ നല്ല ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും അത്. ഈ സീരീസും കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മൾ യൂട്യൂബൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ വരുന്നുണ്ട്. നമ്മൾ അടുത്ത മാസം നമ്മൾ വേറെ പ്ലാനുള്ളത് നമ്മൾ സയൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലത്തെ ടോപ്പിക്കിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബ് വഴി ഫ്രീ ആയിട്ട് നമ്മൾ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മളത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സനൂപ് സാറിൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി അത് കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ RRB മലയാളി എന്ന് പറഞ്ഞ ചാനലിൽ ഓൾറെഡി RRBക്ക് വേണ്ടിയിട്ട് നമ്മൾ സയൻസിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അതിൽ ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് മെറ്റീരിയലും കാര്യങ്ങളും വെച്ച ക്ലാസ്സുകൾ നമ്മൾ അടുത്ത മാസങ്ങളിൽ പരീക്ഷേൻ്റെ മുമ്പായിട്ട് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഒരുപാട് കണ്ടന്റുകൾ അങ്ങനെ, അതായത് ക്വിസ്, 2-3 കാര്യങ്ങളാണ്. ഓൺലൈൻ മെൻറ്റർഷിപ്പ്, പിന്നെ ക്വിസ്, പിന്നെ വീക്ക്ലി മോക്ക്, മാത്സ് യൂട്യൂബ് ക്ലാസ്സുകൾ, പിന്നെ ഓഫ്ലൈൻ മിഷൻ ബാച്ച്, ഓൺലൈൻ മിഷൻ ബാച്ച് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾ കാര്യം ചെയ്യുക, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കംപ്ലീറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ വീണ്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി കോമ്പറ്റീഷനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മളേതായാലും റെഡിയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കോമ്പീറ്റ് ചെയ്യാനുള്ള ആളുകൾ കോമ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാരണം അതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ സയൻസിൻ്റെ വീഡിയോ കൊടുക്കുന്നു, നിങ്ങൾ ബാക്കിയുള്ള ഹിസ്റ്ററിൻ്റെ വീഡിയോ കൊടുക്കും, ജോഗ്രഫിൻ്റെ വീഡിയോ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ കൂടുതൽ ഞാൻ ഈ പറഞ്ഞ അന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ യൂട്യൂബിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കമൻറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ചെയ്ത് വെറുപ്പിക്കാനോ, അല്ലെങ്കിൽ എന്താ പറയുക, ചില കമൻറ്റ് തൊഴിലാളികളൊക്കെ ഉണ്ടല്ലോ യൂട്യൂബിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് അടിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ, അങ്ങനത്തെ ആളുകളൊക്കെ പറയാനുള്ളത്, അതിന് നമുക്ക് ഏതായാലും സമയമില്ല. നമ്മുടെ കുട്ടികൾ അടുത്ത വർഷം CGL പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ സഹായിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അത് ചെയ്യാനുള്ള തിരക്കിലാണ് നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് ബാക്കിയുള്ളതിന് സമയം കൊടുക്കാൻ നമുക്കിപ്പോൾ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കമൻറ്റിൻ്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. കമൻറ്റ് എന്ത് വേണേലും നിങ്ങൾക്ക് നമ്മൾ യൂട്യൂബ് വീഡിയോയുടെ താഴെ എന്ത് വേണേലും കമൻറ്റ് ഇടാം. പക്ഷേ മാന്യമായ രീതിയിൽ, മാന്യമായ ഭാഷ ഉപയോഗിച്ചിട്ട് ആരെയും സൈബർ ബുള്ളിങ് ചെയ്യാത്ത രീതിയിലുള്ള കമൻറ്റുകൾ മാത്രം ഇടുക. അല്ലാത്ത കമൻറ്റുകളെല്ലാം ഒരു സംശയം വേണ്ട, ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഇനി ഡിലീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യുന്നേ ചെയ്യും. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ടും സ്റ്റോപ്പ് ചെയ്യാതെ അതിൻ്റെ അപ്പുറത്തോട്ട് പോകേണ്ട ചില കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോലീസിൻ്റെ ഭാഗത്തേക്കും പോകുന്നതായിരിക്കും. ഓക്കെ. അത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. എന്തായാലും എല്ലാം പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി ഈ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഗൂഗിൾ ഫോം, മെൻറ്റർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഗൂഗിൾ ഫോമും ഞാൻ താഴെ കൊടുക്കാം. താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റാങ്ക് ലിസ്റ്റൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടൊക്കെ ആണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. വളരെ കുറവാണ്. 250ഓളം കുട്ടികളാണ് പരമാവധി കേരളത്തിൽ. അത്ര ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിൽ ഓൾറെഡി നമ്മുടെ കേരളത്തിലൊക്കെ വന്ന് എക്സാം എഴുതുന്ന ഹിന്ദിക്കാർ ഒരുപാടുണ്ടാവും. അപ്പോൾ അതും കുറച്ച് അതിൻ്റെയും താഴെ പോകുള്ളൂ. വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ SSC ഫീൽഡിലുള്ളത്. അപ്പോൾ അത് നമുക്ക് കൂട്ടണം കേട്ടോ. അപ്പോൾ അതിന് നിങ്ങൾ ഒരുപാട് കുട്ടികളിലേക്ക് ഇത് എത്തിക്കണം, ഒരുപാട് കുട്ടികളോട് പറയണം. എന്നാലേ നമുക്കിത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാനും ഈ 250 എന്നുള്ള അടുത്ത വരും വർഷങ്ങളിൽ 400, 500 ആയിട്ട് നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.